എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള പല ജില്ലകളിലും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം വരെ പല ജില്ലകളിലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, എറണാകുളം ജില്ലയിലെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയിൽ പല മേഖലകളും വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, കോട്ടയം ജില്ലയിൽ പലയിടത്തും ഉരുൾപൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കോട്ടയം മേഖലയിലും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. മാത്രമല്ല, ഇപ്പോൾ ആലപ്പുഴ കുട്ടനാട് മേഖലയിൽ അതിതീവ്രമായിട്ടുള്ള മഴ, കുട്ടനാട് മേഖലയിൽ അതിതീവ്ര മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു. പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ റെഡ് അലർട്ട് ഒരു ജില്ലയിലും ഇല്ല എങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള മഴയുടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. മാത്രമല്ല, കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടലിൽ 7ഓളം വീടുകൾ തകർന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട്. ശക്തമായ മഴ തുടരുന്ന കോട്ടയത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഭരണങ്ങാനം വില്ലേജിൽ ഇടമറുക് ചൊക്കല്ല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉരുൾപൊട്ടലിൽ ഈ പ്രദേശത്തെ 7 വീടുകളാണ് തകർന്നത്. ആളപായം ഒന്നും ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. കനത്ത മഴയിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. അതേസമയം കേരളത്തിൽ മഴക്കെടുതിയിൽ ഇന്നലെ വരെ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയായ അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചിരുന്നു. മാത്രമല്ല, പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിൽ, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പലയിടത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളും വെള്ളങ്ങളും എല്ലാം മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു വാർത്ത അറിയിപ്പാണിത്. പ്രത്യേകിച്ച് ഇന്നലെയാണ് ശക്തമായിട്ടുള്ള മഴ. ഇന്നും അതിതീവ്രമായിട്ടുള്ള മഴ പല ഭാഗത്തും പെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ അത്രയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ബസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ്. ഇത് തന്നെയായാലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും ഉരുൾപൊട്ടൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക.